ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ 250 ഇന്ത്യക്കാരെ ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. ഇന്ത്യ അവരെ സ്വാഗതം ചെയ്യുന്നു, സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. അതിനു പിന്നാലെ ഉള്ള ഒരു വാർത്ത, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് നമ്മുടെ നരേന്ദ്രമോദി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തലവനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഡൊണാൾഡ് ട്രംപിനെ മോദി രണ്ടാമത്തെ ടേമിൽ ആദ്യമായി മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്നുള്ള ഒരു കാര്യം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആള് വളരെ ഒരു പിടിവാശിക്കാരനാണ്. സ്വന്തം അപ്പുറത്ത് കിടക്കുന്ന കാനഡ പോലും ഡൊണാൾഡ് ട്രംപിന് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഇയാൾ കയറുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു കോളിളക്കം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതിഭീകരമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ചില നയങ്ങളും കാര്യങ്ങളും എല്ലാം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് അയാൾ പറയുകയാണെങ്കിൽ അമേരിക്ക വിട്ടിട്ട് പുള്ളിക്ക് ഒരു കളിയുമില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അമേരിക്ക കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ എന്തുമുള്ളൂ എന്നുള്ള രാജ്യങ്ങൾ. കാരണം അമേരിക്കയ്ക്ക് കിട്ടണം, എല്ലാം അമേരിക്കയ്ക്ക് കിട്ടണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. ചൈനയുമായിട്ട് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചു, യൂറോപ്യൻ കൺട്രീസുമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു, മെക്സിക്കോ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങള്, കാനഡ, അങ്ങനെയുള്ള സകല രാജ്യങ്ങളുമായിട്ട് പ്രഖ്യാപിച്ചു, ഇന്ത്യയുമായിട്ട് പ്രഖ്യാപിച്ചു. ചൈന എന്ന് തിരിച്ചടിച്ചിട്ടുണ്ട്. അതായത് ചൈനയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സാധനങ്ങൾക്ക് 10% തീരുവ കൂട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറക്കുന്ന സാധനങ്ങൾക്ക് 15% കൂട്ടും എന്നാണ് ഇപ്പോ ചൈന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ തോന്നുന്നത് ബിജുചേട്ടൻ ഇതില്? ഇത് നമ്മൾ തുടക്കം മുതൽ ഇതിനു മുമ്പ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ട്രംപ് അധികാരത്തിൽ ഏറിയിരിക്കുന്നത് അമേരിക്കയെ അത്യുന്നതങ്ങളിൽ എത്തിക്കാനും ഡെവലപ്പ് ചെയ്യാനും മാത്രമാണ്. അല്ലാതെ ട്രംപ് നരേന്ദ്രമോദിയുമായിട്ട് നല്ല സൗഹൃദമുണ്ട് എന്ന് കരുതി ഇന്ത്യയെ സഹായിക്കാനും മറ്റൊരു രാജ്യത്തെ സഹായിക്കാനും അല്ല. പിന്നെ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയുടെ സ്വഭാവം കാണിക്കാറുണ്ട് പലപ്പോഴും. എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുമായിട്ട് പിണങ്ങാനും അധികം സമയമൊന്നും അദ്ദേഹത്തിന് വേണ്ടാത്ത ഒരു ഭരണാധികാരിയാണ്. പക്ഷെ ഇവിടെ ഇനിയിപ്പോ ട്രംപിന് പഴയതുപോലെ, അതായത് ഒന്നാം ട്രംപ് പോലെ രണ്ടാമത്തെ ട്രംപിന്, ഇപ്പൊ ഈ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം വന്നിരിക്കുന്നതാണ്, അദ്ദേഹത്തിന് ഇനി ഇന്ത്യയെ പോലൊരു രാജ്യത്തെ വെറുപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ലോകത്തിന്റെ ക്രമം മാറി മറിഞ്ഞു. അതായത് ട്രംപ് അധികാരത്തിലില്ലായിരുന്ന അത്രയും കാലം കൊണ്ട് ലോകത്തിന്റെ ആ ഒരു ജിയോ പൊളിറ്റിക്സ് മാറി മറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു നിർണായക പങ്കിലേക്ക് ഇന്ത്യ മഹാരാജ്യം വളർന്നിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. 5ാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു. ലോകത്തെ 4ാമത്തെ വൻ സൈനിക ശക്തിയായി ഇന്ത്യ മാറുന്നു. വ്യോമയാന രംഗത്ത് വലിയ നേട്ടം ഇന്ത്യ കൊയ്യുന്നു. ആ ഇന്ത്യയെ ഇനി മാറ്റി നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. 2004 ശ്രീ നരേന്ദ്രമോദി, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, അന്ന് അദ്ദേഹത്തിന് ഈ അമേരിക്ക വിസ നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയായിരുന്നു ഗുജറാത്തിൽ. അന്ന് ആ പ്രസ് മീറ്റിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എനിക്കിപ്പോ അമേരിക്ക വിസ നിഷേധിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട്, പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് വരാൻ വിദേശ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്ന ഒരു കാലം വരുമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ആ കാലം ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ത്യയിലേക്ക് എത്താനും ഇന്ത്യയുമായിട്ട് സംസാരിക്കാനും മോദിയുമായിട്ട് സംസാരിക്കാനും ക്യൂ ആണ് ലോക രാജ്യങ്ങൾ. കാരണം എന്താണ്, ഇന്ത്യയിൽ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള 140 കോടി ജനം, ഒരു വലിയ വിപണി തുറന്നു കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് മാത്രം വലിയ അഹങ്കാരിയാണ് ഡൊണാൾഡ് ട്രംപ്. മോദിയെ അല്ല, ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അവിടെ നിന്നുള്ള ഒരു 1600 cc മുകളിലുള്ള വാഹനത്തിന് ടാക്സ് നമ്മൾ 40% കുറച്ചു. 50 എന്നായിരുന്നു, അത് നമ്മൾ 40 കുറച്ചു ട്രംപ് പറഞ്ഞിട്ട്. അതിനകത്തൊരു വലിയ കാര്യം കൂടി ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപ് പറഞ്ഞത്, ഇന്ത്യയിൽ നിന്ന് ബൈക്ക് പോകുന്നുണ്ട്, ആ ബൈക്കിന് നമ്മൾ എന്ത് നികുതിയാണ് ചുമത്തുന്നത്? 0 ആണ് ഇന്ത്യയിൽ നിന്ന് കയറി പോകുന്നതിന് അവർ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്, 0. അതായത് നമുക്ക് ഇത്ര CC ഇല്ല, കുറഞ്ഞ CC ആണ്, അത്രയും ചുമത്തുന്നു. പക്ഷെ എന്നിട്ട് പുള്ളി ചോദിച്ച ചോദ്യം, നമ്മുടെ നിന്ന് കയറി പോകുന്നതിന് അവന്മാർ എത്ര ചുമത്തുന്നുണ്ട്? അത് 50% ചുമത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് ഒരു കാര്യമുണ്ട് അതില്. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ ജംഷി, ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രംപ് നമുക്ക് 15-25 അടിച്ചു തന്നില്ലല്ലോ, കൂട്ടണം, കുറയ്ക്കണം എന്ന് പറഞ്ഞു, ഞങ്ങളുടെ വാഹനത്തിൽ കുറയ്ക്കണം, പ്രത്യേകിച്ച് ഈ 1600 cc കൂടുതലുള്ളൂ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾക്കും ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ IT, മരുന്നുകള്, ഇതൊക്കെയാണ് കൂടുതലായിട്ടും അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയില്ല. അവർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങോട്ടും കയറ്റുമതി ചെയ്യണം. ഒരു രാജ്യത്തിന് ഇറക്കുമതി മാത്രം പോരല്ലോ, കയറ്റുമതി ഉണ്ട്.
ഇപ്പൊ അമേരിക്ക പോലൊരു ഉം. രാജ്യത്തിനെ കയറ്റുമതി ചെയ്യുക എന്ന് പറയുന്നത് മിക്ക രാജ്യങ്ങൾക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഒരു പ്രധാന ഘടകം. ഇവിടെ അപ്പൊ അത് ഇപ്പം ഈ സാധാരണ ഇത് സംഭവിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്ന ഒരു കാഴ്ച, ഇവര് കാനഡയിലെ താരിഫിന്റെ പ്രശ്നം ട്രംപ് ഉയർത്തുകയുണ്ടായി, മെക്സിക്കോ ആയിട്ട് ഉയർത്തുകയുണ്ടായി. ഇപ്പൊ നമ്മൾ കണ്ടത് 1 മാസത്തേക്ക് അത് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ട്രംപ് ചെയ്യുന്നത് ഒന്ന് ഭയപ്പെടുത്തുക, ഉം. ഭയപ്പെടുത്തിയതിനു ശേഷം ചെറിയ വിട്ടുവീഴ്ച ചെയ്യുക. 25% ടാക്സ് ചുമത്തും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുക, പിന്നീട് ഉം. അതിലൊരു ഇളവ് വരുത്തി 15 ആക്കുക. അതായത് ശരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്ന 15 ആയിരിക്കാം. ആ 15ലേക്ക് എത്തിക്കുക. അതായത് മാക്സിമം കുട്ടികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം. ഇതിനകത്ത് മറ്റൊരു കാര്യം ഉം. കൊണ്ടെന്ന് വെച്ചാൽ ഇത് അമേരിക്കയെ സംബന്ധിച്ച് അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. കാരണം ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടതായി വരും ഇത്ര ടാക്സ് കൂടെ ചുമത്തി കഴിയുമ്പോൾ. ഉം. കാരണം ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ഈ യൂറോപ്യൻ കൺട്രീസിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിനൊരു കാരണം വെച്ചാൽ ഉം. അതേ ഉൽപ്പന്നം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ 40% വിലക്കുറവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവർക്കൊരു 25% ടാക്സ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വലിയ ലാഭമില്ല ചൈനീസ് സാധനം വാങ്ങുന്നതിനുണ്ട്. ഇനി അമേരിക്കയിൽ തന്നെ ഇത് ഉത്പാദിപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്പാദന ചെലവ് ഭയങ്കരമാകും. അമേരിക്കയിൽ കാരണം ചൈന എന്തുകൊണ്ടാണ് ലാഭത്തിൽ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാഭത്തിൽ ഉം. അത് നിർമ്മിക്കാൻ കഴിയുന്നുണ്ടെന്നാണ്. ഇനി വലിയ കൗതുകകരമായ മറ്റൊരു കാര്യമുണ്ട്. ഈ ചൈന എവിടുന്ന സാധനം മേടിക്കുന്നത്? മേടിക്കുന്നത് ചൈനയുടെ സാധനമോ ചീപ്പാണ്. അതിനേക്കാൾ ചീപ്പ് സാധനം വിയറ്റ്നാമിൽ നിന്ന് കിട്ടും. ഉം. ഉം. നമ്മുടെ ഉം. പ്രധാനമന്ത്രി ഉം. വിയറ്റ്നാമുമായിട്ട് അടിക്കടി ബന്ധം പുലർത്തി വരുന്നുണ്ട്. ഈ അടുത്ത് ഈ കഴിഞ്ഞ മാസം ജനുവരി മാസത്തില് ദില്ലിയില് ഒരു ഓട്ടോ എക്സ്പോ നടന്നിരുന്നു 2025. പുതിയ ഓരോ രാജ്യങ്ങളിലെ കാറുകളും മറ്റും പ്രദർശിപ്പിക്കുന്നത്. അതില് തായ്വാന്റെ കമ്പനി വന്നു. തായ്വാന്റെ കമ്പനി ചെന്നൈയിൽ അവരുടെ പ്ലാന്റിന്റെ പണി തീരാനിരിക്കുന്നു. വില കുറഞ്ഞ നല്ല കാറുകൾ, ഇലക്ട്രിക്കൽ കാറുകൾ തായ്വാൻ കമ്പനി ഇറക്കുകയാണ്. അതായത് ചൈനയെക്കാളും വില കുറഞ്ഞ സാധനങ്ങൾ തായ്വാനിലുണ്ട്. അപ്പൊ ചൈന അവിടെ നിന്നാണ്. അപ്പൊ എവിടെയാണോ വിലക്കുറവ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു, എന്റെ രാജ്യത്തിന് ഗുണപ്പെടുന്നത് എവിടെയാണോ അവിടെ നിൽക്കാൻ ഞാൻ സാധനം വാങ്ങും. അതിപ്പം ഉപരോധം ഒന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. നമ്മൾ ഈ ബഡ്ജറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഇറാന് 100 കോടി രൂപയാണ് നമ്മൾ ഫണ്ട് ചെയ്യുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇറാൻ നമ്മൾ അത്ര ഫണ്ട് ചെയ്തെന്ന് വെച്ചാൽ ഇറാനിൽ നമുക്ക് ഗുണമുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ചബ്ബാർ തുറമുഖം മാത്രമല്ല, എണ്ണയുടെ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ട്, നമ്മുടെ ഈ പ്രകൃതിവാതകം കൊണ്ടുവരുന്ന ഒരു പൈപ്പിലെ. അതൊക്കെ ഇപ്പൊ അഫ്ഗാനും കൂടെ ഒക്കെ ഈ താലിബാനൊക്കെ ഇട്ട് ഇപ്പൊ നല്ല ടേംസിൽ ഇരിക്കുന്നത് കൊണ്ട് താലിബാനും ഇറാനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ ആകെ അതിനകത്തൊരു ഒരു എന്താ തടസ്സമായിട്ടുള്ളത് ഈ പാകിസ്ഥാന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇനി അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഖൈബർ ഇടനാഴി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിൽ നിന്ന് നേരിട്ട് ഗ്യാസ് എത്തിക്കാൻ പറ്റും ഈ ലൈൻ വഴി. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഗ്യാസ് എവിടെ നിന്നാണ്? പോളണ്ടിലായാലും ജർമ്മനിയിലായാലും ഒക്കെ റഷ്യയിൽ നിന്നാണ് പോകുന്നത്. റഷ്യയിൽ നിന്നാണ് പോകുന്നത് ഈ സാധനം. ഈ ഉപരോധം വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് റഷ്യയെക്കാളും ഉപരി യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു, ജർമ്മനി, പോളണ്ട് അടക്കം. അവരുടെ വീട്ടിൽ അടുപ്പ് പോകാത്ത അവസ്ഥ വന്നു. അപ്പം ഇതെല്ലാം നമുക്ക് ഗുണപ്പെടുന്നുണ്ട്. പിന്നെ ഇന്ത്യയും ചൈനയും ഒന്നും ഇപ്പൊ പഴയതുപോലെ അമേരിക്കയുടെ വിരട്ടൽ കേട്ട് നിൽക്കില്ല എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം. അവരിതിന് ബദലായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്, നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ലാഭം ഉം. വേണമല്ലോ, അല്ലാതെ ഒരു രാജ്യത്തിന് മാത്രമല്ല. അപ്പൊ ഈ മോദി എനിക്ക് തോന്നുന്ന മോദി ട്രംപിനെ സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം ആദ്യമായി സന്ദർശിക്കുന്ന ഒരു രാഷ്ട്ര നേതാവ് നരേന്ദ്രമോദി ആയിരിക്കും എന്നാണ് എനിക്ക് അതെ, തോന്നുന്നത്. അതെ. അപ്പോ പിന്നെ അമേരിക്കയെ ട്രംപ് സംബന്ധിച്ച് ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം പോകുന്നത് സൗദിയിലേക്കാണ് കേട്ടോ, സൗദി അറേബ്യയിലേക്ക്. സൗദിയിലേക്ക്. ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് കണ്ട് അമേരിക്ക അല്ല ഇന്ത്യയും ചൈനയും അദ്ദേഹം സന്ദർശിക്കുന്നുള്ള വാർത്തകളും വന്നിരുന്നു. ഈ പറയുന്നത് പോലെ ചൈനയായിട്ട് കട്ട എതിർപ്പിലേക്കൊന്നും അമേരിക്ക നീങ്ങത്തില്ല. കാരണം ഈ വ്യാപാര ഇതില്ല. കാരണം ഉം. പെട്ടെന്നൊന്നും ഈ സാധനത്തിന് നികുതി കൂട്ടിക്കൊണ്ട് നിർത്താനൊന്നും പറ്റില്ല ചൈനയുടെ സാധനങ്ങളൊന്നും. കാരണം അത് ഒന്നും ഉപയോഗത്തിലിരിക്കുന്ന സാധനങ്ങളാണ്. മറ്റൊന്ന് അത് ഇനി പതുക്കെ ആയിട്ട് അതൊക്കെ ടൈം എടുക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉം. ഈ അടുത്ത് ചില ഒരു എന്താ പറയാ, നമുക്ക് അതിശയം തോന്നുന്ന ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത് ഒരു വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്പുട്നിക്, റഷ്യയുടെ മുഖപത്രം എന്ന് പറയാൻ കഴിയുന്ന സ്പുട്നിക്കിൽ വന്നൊരു വാർത്തയുണ്ട്. അതായത് റഷ്യയും ഇന്ത്യയും കൂടെ ചേർന്നുകൊണ്ട് AI-ക്ക് രൂപം നൽകുന്നു. അതിലൊരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനം സൗജന്യമായി അതിനുള്ള സ്ഥലം വിട്ടു നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മളല്ല പറയുന്നത്, റഷ്യൻ പത്രമാണ് പറയുന്നത്. വിട്ടു നൽകി കഴിഞ്ഞിരിക്കുന്നു. അവിടെ വലിയൊരു പ്ലാന്റ് ഉയരുന്നു. ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളായിട്ട് 4 ഘട്ടങ്ങളായിട്ട് ഇതിന്റെ പണികൾ വളരെ നേരത്തെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ചേർന്ന് നടത്തിയിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അടിപൊളി IT പ്രൊഫഷൻസ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. അതുപോലെ തന്നെ റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ലാബും മറ്റു ഫെസിലിറ്റീസും ലോകത്തിൽ ഇന്ത്യയെക്കാളും വളരെ മെച്ചപ്പെട്ടതുള്ളത് റഷ്യയിലാണ്. അപ്പൊ ഇവര് തമ്മിലാണ് കൈകോർക്കുന്നത്. അതായത് അവരുടെ ലാബുകളും മറ്റു കാര്യങ്ങളും നമുക്ക് തരുന്നു, നമ്മുടെ സ്കില്ലുകൾ അവർക്ക് കൊടുക്കുന്നു. ഇത് ചെയ്തിട്ട് അതായത് ചൈന എന്തുകൊണ്ട് റഷ്യ അടുപ്പിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ അടുത്ത് റഷ്യക്ക് ഒരു വലിയ ഭയമുണ്ട്. കാരണം
ചൈന ഈ അളിയന്മാർ, അതായത് റഷ്യ പതുക്കെ പതുക്കെ ചുരണ്ടുവാണോ എന്നൊരു സംശയം അവർക്കുണ്ട്. കാരണം റഷ്യ പതുക്കെ പതുക്കെ അവരെ കാർന്ന് തിന്നുകയും ഇല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവർ ഇടമാക്കി റഷ്യയെ മാറ്റുമെന്നൊരു ഭയം പുട്ടിനുണ്ട്. പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല, കാരണം ഇവര് വലിയ സുഹൃത്തുക്കളാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു IT ഇല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം അതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് വലിയ തിരിച്ചടികൾ തന്നെ ഉണ്ടാകും. ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലൊരു ബന്ധം നടക്കുന്നുണ്ട്. ചൈനയായിട്ട് നമ്മൾ ചെറിയ സൗഹൃദങ്ങളിൽ പോകുന്നുണ്ട്. ഇന്ത്യ, റഷ്യ, ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഒരു കണക്ഷൻ നടക്കുന്നുണ്ട്. ആസിയാൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഒരു കണക്ഷൻ നടക്കുന്നു. അതായത് ഈ ഒരു മേഖലയിലെ ഒരു ലീഡർഷിപ്പ് മുഴുവൻ ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമായും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന് നമ്മുടെ വിസ നിയമങ്ങൾ തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ വിസയുടെ ഇപ്പൊ അമേരിക്കയിലൊക്കെ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 1.5 വർഷം വരെയൊക്കെ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ ആ അതെ. വിസ നിയമങ്ങൾ ഇളവ് വരുത്തണമെന്ന് ഇന്ത്യ വളരെ കാലമായി ആവശ്യപ്പെടുന്നതാണ്. ഒരുപക്ഷെ അതിനകത്തൊരു ഇത് വന്നിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, കൂടുതൽ വിസ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ്. ആ ഒരു വിഷയം ഉം. മെയിനായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും. പിന്നെ ഒപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള സൈനിക സഹകരണം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. സൈനിക സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ കച്ചവടം ഉണ്ടല്ലോ ഇതിനകത്തെല്ലാം. അപ്പോ അതെ. അവരുടെ പുതിയ ആയുധങ്ങളൊക്കെ നമ്മൾ വാങ്ങേണ്ടി വരും. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ തള്ളിക്കളയാൻ കഴിയില്ല. പ്രതിരോധ രംഗത്തിന് ഉം. നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് അവരുടെ ആയുധങ്ങൾ വാങ്ങുമ്പോൾ. അതുപോലെ തന്നെ നമ്മള് അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നതായാലും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതായാലും ഒക്കെ അവർക്കും ലാഭകരമാണ് ഇന്ത്യയെ കൊണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് ഇത് ചർച്ചയിലായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഉം. മറ്റൊന്ന്, ഈ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം അതൊരു വലിയ അതെ, അതെ, അതെ. ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഒരു ഭാഗമുണ്ട്. പ്രധാനമായി അടുത്തത് വരുന്ന ബംഗ്ലാദേശ് ഇഷ്യൂ ചർച്ച ചെയ്യപ്പെടാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചർച്ച 100%. ചെയ്യപ്പെടാൻ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാന്റെ ഇഷ്യൂ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച അതെ, ചെയ്യപ്പെടാനുള്ളത്. അതെ. പിന്നെ ഭീകരവാദം. സ്വാഭാവികമായും ഭീകരവാദം, ഇത് മെയിൻ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഉം. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ചില ചർച്ചകൾ വരും. അതൊന്ന് ബ്രിക്സിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. കാരണം അമേരിക്ക ഭയക്കുന്നുണ്ട് ബ്രിക്സ് സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. അപ്പൊ ബ്രിക്സിനെ കുറിച്ചൊരു ചർച്ച അത് ഉണ്ടാകും. ഒപ്പം തന്നെ ഈ തുറന്നു അമേരിക്കന്റെ പറഞ്ഞല്ലോ. ട്രംപ് തുറന്നു പറഞ്ഞല്ലോ. ഇത് ഡോളറിന് പറഞ്ഞു ഞങ്ങൾക്ക് കഴിഞ്ഞു. വില വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് കൂടാതെ ഈ അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്നുകൊണ്ട് ഇന്ത്യ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതായത് അതെ, അതെ. അമേരിക്ക, ഇറാൻ ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഇറാൻ ആയാലും റഷ്യ ആയാലും ഒക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊരു ചർച്ച എന്തായാലും ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് പിന്നെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ കാനഡ ആസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഖാലിസ്ഥാൻ വാദികൾ നടത്തുന്ന അല്ലെങ്കിൽ ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾ നടത്തുന്ന ആ ഒരു ടെറർ പ്രോബ്ലംസ് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യ മുൻപോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ചില സുപ്രധാന കരാറുകൾക്ക് ഒരു രൂപം നൽകാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഈ ട്രംപ് നമുക്ക് ഏകപക്ഷീയമായിട്ട് താരിഫ് പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ നമ്മൾക്ക് ഉം. മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ ഈ താരിഫിന് ബദലായിക്കൊണ്ട്, അതായത് താരിഫ് വർധന ഇല്ല, പകരം നമ്മൾ കൂടുതൽ ചരക്ക് എടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതായത് ഈ അമേരിക്കൻ വിസ്കി, അതുപോലെ തന്നെ അവരുടെ ചില തുണിത്തരങ്ങൾ, ഇത് നമ്മൾ കൂടുതൽ ഉം. സപ്ലൈ, ഇപ്പം 10 കിലോയാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളത് 20 കിലോ എടുക്കാനുള്ള ഒരു ഇറക്കുമതി കൂട്ടാൻ ചെയ്യാനുള്ള തീരുമാനിച്ചു. തീരുമാനിച്ചു. അത് വരുമ്പോഴും ഇത് ഈക്വൽ ആകും. താരിഫ് ഉയർത്തിയില്ലെങ്കിൽ പോലും കൂടുതൽ ചരക്ക് അതെ. എത്തിക്കുമ്പോൾ ഈ തുക അവർക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നിലവിലുള്ളത്. ഏതായാലും ഇന്ത്യയുമായിട്ടൊരു പിണക്കത്തിനോ ഉടക്കിനോ ഒന്നും ട്രംപ് പോകാനുള്ള യാതൊരു സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് ഓക്കെ. അമേരിക്ക ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കാത്തൊരു ഉം. കാലഘട്ടമാണിത്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അമേരിക്ക പറയുന്നത് കാര്യങ്ങൾ ഇന്ന് അതല്ല. കഴിഞ്ഞ ദിവസമൊക്കെ ട്രംപ് മറ്റേ കാനഡയും മെക്സിക്കോ ഒക്കെ എടുത്ത് ട്രംപിനെ ഉടുക്കുന്ന കണ്ടില്ലേ? ആ കാലം അതെ, അതെ, മാറിപ്പോയി. അതെ, അതെ, അവരുടെയൊക്കെ അതെ. സാമന്തന്മാരായിട്ട് ഇരുന്ന അതെ, അതെ. രാജ്യങ്ങളൊക്കെ ഇത് മാറിപ്പോയി. അപ്പൊ പിന്നെ ഇന്ത്യ വല്ലതും കേൾക്കും, ഒന്നും കേൾക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇതൊക്കെ ആയിരിക്കണം അതെ. ചർച്ച എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും എന്തായാലും ട്രംപുമായിട്ട് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ലോക രാജ്യങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ നരേന്ദ്രമോദി ട്രംപിനെ ആദ്യമായിട്ട് സന്ദർശിക്കുന്ന ഒരു ലോക നേതാവായി മാറും ട്രംപ് അധികാരത്തിലേറിയ ശേഷം എന്നുള്ളൊരു പ്രത്യേകതയും ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചും വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്തൊക്കെയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കൂടുതൽ സഹകരണങ്ങൾ, എന്തിലൊക്കെയാണ് ഉടക്കാൻ പോകുന്നത്, ഇടയാൻ പോകുന്നത്. എന്തായാലും ട്രംപിനെ കൈകാര്യം ചെയ്യാൻ നരേന്ദ്രമോദിയോളം നല്ലൊരാളില്ല എന്നുള്ളൊരു സംസാരം നേരത്തെ തന്നെ കഴിഞ്ഞ 5 കൊല്ലം ഇരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ ഈ ഉറപ്പായിട്ടും ഒരു കാര്യം ചർച്ച ചെയ്യാൻ എനിക്ക് മനസ്സിൽ തോന്നുന്നത്, ബിഷേട്ടൻ പറഞ്ഞ പോലെ റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ആ ടൈഅപ്സ്, അത് അമേരിക്ക നല്ലപോലെ വാച്ച് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അമേരിക്കയുടെ കയ്യിൽ നിന്നുള്ള ആയുധങ്ങളൊക്കെ നമ്മൾ വെട്ടിക്കുറച്ച് പകുതിയാക്കി മാറ്റിയിട്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിക്കാൻ നമ്മൾ തുടങ്ങി. കാരണം അമേരിക്കൻ ആയുധങ്ങൾക്ക് സുതാര്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്തായാലും അമേരിക്കയുടെ മനസ്സിൽ കാണും. ട്രംപ് ആണെങ്കിൽ
ബൈഡൻ ആണെങ്കിൽ അത് പരസ്യമാക്കില്ല, വളരെ രഹസ്യമായിട്ട് പല പല കാര്യങ്ങളിലൂടെയും കരാറുകളിലൂടെയും ഇന്ത്യക്ക് പണി തന്നുകൊണ്ടിരിക്കും. ട്രംപ് അങ്ങനെയല്ല. ട്രംപ് നമ്മളെ എം എം മണിയെ പോലെയാണ്, വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും കാണാം ഡൊണാൾഡ് ട്രംപിനെ മോദി കാണാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ലോകത്തുണ്ടാകാൻ പോകുന്ന മറ്റ് സംഭവ വികാസങ്ങൾ. താങ്ക് യു ബിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്.